السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد, ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ, സഹോദര സഹോദരിമാരെ, വാത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥിനികളെ, പരിശുദ്ധമായ ഖുർആനിൽ നിന്നുള്ള ഉമ്മുൽ ഖുർആൻ, അസാസുൽ ഖുർആൻ എന്ന സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിച്ചാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊരു വസ്തുവിനെയും സ്വീകരിക്കുന്ന വ്യക്തി ആ വസ്തുവിൻ്റെ മൂല്യവും നിലവാരവും വിലയും അറിയാത്തവനാണെങ്കിൽ അവന് എന്ത് കൊടുത്തിട്ടും കാര്യമല്ല. അവന് പവിഴം കൊടുത്താലും മുത്ത് കൊടുത്താലും അതിൻ്റെ നിലവാരം അവൻ അറിയുന്നില്ല എങ്കിൽ അവന് അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമുണ്ടാകുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിർബന്ധമായും പാരായണം ചെയ്യേണ്ട ഒന്നിനെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു കാതിലൂടെ കേട്ട് മറ്റേ കാതിലൂടെ കളയുകയാണെങ്കിൽ ഇതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അല്ലാഹ് പറഞ്ഞു, ഖസംതു സ്വലാത ബൈനി വ ബൈന അബ്ദി നിസ്ഫൈൻ വലിഅബ്ദി മാ സഅല. ഖസംതു സ്വലാത്ത, 5 നേരം ഓതുന്ന പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ, അത് ദുആയാണ് സൂറത്തുൽ ഫാത്തിഹ. അതുകൊണ്ട് ആ സൂറത്തുൽ ഫാത്തിഹ ഞാൻ ഭാഗിച്ചു. ഖസംതു സ്വലാത്ത ബൈനി വ ബൈന അബ്ദി, എന്റെയും എൻ്റെ അടിമന്റെയും ഇടയിൽ ഞാൻ ഭാഗിച്ചു. പകുതി എനിക്കുള്ളതും പകുതി എൻ്റെ അടിമക്കുള്ളതും ആണ്. എന്നാൽ പകുതി എനിക്കുള്ളത് പകുതി എൻ്റെ അടിമക്കുള്ളത് എന്ന് പറയുമ്പോൾ സൂറത്തുൽ ഫാത്തിഹയെ പകുതി അള്ളാഹ്ക്കുള്ളതാണ്. അള്ളാഹ്ക്ക് നമ്മൾ വെച്ചു കൊടുക്കേണ്ട, വകവെച്ചു കൊടുക്കേണ്ട, റബ്ബിൻ്റെ മുമ്പിൽ സമ്മതിച്ചു കൊടുക്കേണ്ട ചില കാര്യങ്ങൾ സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. അത് നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ വെച്ചെങ്കിൽ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ വെച്ചു കൊടുക്കേണ്ട ഭാഗങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. ഓതുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇതുവരെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബിസ്മിയെ സംബന്ധിച്ചും ഹംദിനെ സംബന്ധിച്ചും ഒക്കെ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ഇനി അർ-റഹ്മാനിർ റഹീം, അത് ഇന്നലെ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കണം. അർ-റഹ്മാനി കണ്ടില്ലേ? അർ-റഹ്മാനി ഹംസ കണ്ടോ? സ്വാദും സ്വഹേറും ചെറിയൊരു സ്വാദം നമ്മളതിനെ വായിച്ചു കൊള്ളണം. അർ-റഹ്മാനി. ഇത് എല്ലാം ശംസിയാണ്. ശംസിയ ഖമരിയ രണ്ടാണ് ഹർഫുകൾ. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ. അപ്പൊ ശംസിയ ഖമരിയ അത് നമ്മൾ പറഞ്ഞു നോക്കിയാൽ തന്നെ അതിൻ്റെ രൂപം കിട്ടും. അശംസു കണ്ടോ? അശംസു എന്ന് പറയുമ്പോൾ ലാമിനെ ഉച്ചാരണത്തിൽ കൊണ്ടുവന്നില്ല. അശംസു. അൽ ഖമറു കൊണ്ടുവന്നല്ലോ. അതുകൊണ്ട് അശംസിയ വൽ ഖമരിയ എന്ന് പേര് വെച്ചു. അപ്പൊ അർ റഹ്മാനി എന്നുള്ളത് എന്താണ്? ലാം ശംസിയാണ്, മറ്റൊടുത്ത് വസുലംസയാണ്. അപ്പൊ നമ്മള് ഇവിടെ സുക്കൂന് പോലെ കാണുന്നുണ്ടെങ്കിലും ചില ആൾക്കാരോട് സുക്കൂനല്ല കേട്ടോ, അത് ചെറിയ ഒരു സ്വാദാണ്, വസുലംസയാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. നബദഉ ബിൽ ഫതഹി, ഫതഹ കൊണ്ടാണ് ഇതിനെ തുടങ്ങേണ്ടത്. അപ്പൊ അർ-റഹ്മാനി, അർ-റഹ്മാനി തഫീമിന്റെ അർ-റഹ്മാനി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്താണ്. നമ്മളതിനനുസരിച്ച് മനസ്സിലാക്കുക. മഖ്റജ് കൊണ്ട് അതുപോലെ തന്നെ മദ് ശ്രദ്ധയൊന്നും നമ്മൾ മനഃപൂർവ്വമായിക്കൊണ്ട് അതുപോലെ തന്നെ അശ്രദ്ധയിലായിക്കൊണ്ട് പോയാൽ നമ്മുടെ നിസ്കാരം ശരിയാവില്ല. അപ്പൊ അർ-റഹ്മാനി ഇല്ലേ? റഹ്മാൻ മദ് തബയ്യായ മദ്ദാണ്. 2 അർത്ഥത്തിന്റെ
കതിർ കണ്ട് നീട്ടുക. റഹ്മാൻ എല്ലാം നീട്ടാനും പാടില്ല. അർ-റഹീം അർ-റഹീം അവിടെ കണ്ട ഹംസ കണ്ടോ? ഹംസത്തിൽ വസുലാണ്. കാരണം എന്താ, അതിൻ്റെ മുകളിൽ ചെറിയൊരു സ്വാഗതം കൊടുത്തിട്ടുണ്ട്. ഖത്തയിൻ്റെ ഹംസയാണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും അവിടെ നമുക്ക് ഖുർആനിൽ ഓതേണ്ട രീതി അറിയാൻ വേണ്ടിയിട്ട് ഹംസ അതിൻ്റെ രൂപത്തിൽ അതിൻ്റെ മുകളിൽ കുസി ഇട്ട് കൊടുത്ത് കാണാം. അർ-റഹീം കണ്ട അങ്ങനെ തന്നെയാണ്. അങ്ങനെ അങ്ങോട്ട് കോമ കൊടുത്തിട്ടുണ്ട്. റഹീം റഹീം അവിടെ മദ്ദാണ്, മദ് ആരിലാണ്, ലിസുക്കൂനാണ്. അപ്പൊ 2, 4, 6 ഹറക്കത്ത് വരെ നീട്ടാവുന്നതാണ്. അങ്ങനെ അർ-റഹീം 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 എന്താ. അപ്പൊ അർ-റഹ്മാനിർ റഹീം മറിച്ച് അർ-റഹ്മാനിർ റഹീം ചുണ്ട് കൂട്ടാതെ, ചുണ്ട് നമ്മൾ കൂട്ടാതെ അവിടെ വെക്കുകയാണെങ്കിൽ എന്തില്ല, അത് ശരിയായിട്ടില്ല. ചുണ്ട് കൂട്ടണം. അപ്പോൾ ആ മീമുണ്ടാകുക. ഇമാമിനെ ഇപ്പോൾ തുടർന്ന് സ്കിറ്റുമ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിക്കേണ്ടതാണ്. പതുക്കെ ഊതുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം എന്താ, അതങ്ങോട്ട് ഇല്ലാതെ ആയിപ്പോകും. ചില അക്ഷരങ്ങൾ ഇല്ലാതെ ആയിപ്പോകും. അപ്പോൾ അതങ്ങനെ അർ-റഹ്മാൻ റഹീം മാലികി യൗമിദ്ദീൻ മാലികി യൗമിദ്ദീൻ. അത് തബഈയാണ്. മാലിക് അധികം കൂടുതൽ നീട്ടാൻ പാടില്ല. ഇവിടെ നിന്ന് മാലിക് യൗമിദ്ദീൻ യൗമിദ്ദീൻ മാലിക് യൗമിദ്ദീൻ. ഇവിടെ ഹർഫിലിൻ്റെ ഹർഫ് അവിടെ അങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കാണാം ഒരു ഹംസ ദസ്ഖത്തു വസ്ലൻ. ആ ഹംസ എന്താവും അവിടെ നമ്മൾ നേരത്തെ അൽഹംദു ഊതിയ പോലെയല്ല. ഇവിടെ യൗമി അദ്ദീനി എന്ന് ഓതാൻ പാടില്ല, തെറ്റാണ്. അപ്പം ഇത് നമ്മൾ പറയുമ്പോൾ ഇതെല്ലാവരും അങ്ങനെ തന്നെ ലോത ഇത് നമുക്ക് എളുപ്പമായി മനസ്സിലാകുന്നുണ്ടെങ്കിൽ വരാനിരിക്കുന്ന സൂറത്തുകൾ നമ്മൾക്ക് ഇത്ര എളുപ്പമാകുകയില്ല. അതുകൊണ്ട് ഇതും അതും താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നമ്മൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും എന്നതുകൊണ്ട് തന്നെയാണ് ഈ സൂറത്തുൽ ഫാത്തിഹ ഇങ്ങനെ എളുപ്പമുള്ളത് പറയാനുള്ള കാരണം. മനസ്സിലായില്ലേ? എളുപ്പമുള്ളത് പറഞ്ഞു തരാനുള്ള കാരണം അതാണ്. അപ്പോൾ ബാക്കി നമ്മൾക്ക് കിട്ടാൻ ബാക്കിയുള്ള സൂറത്തുകളൊക്കെ വരുമ്പോൾ ഇത് ഈ രീതിയിൽ കിട്ടും. അപ്പോൾ ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഹംസ എന്താണ്, ദസ്ഖത്ത് വസ്ലം കഴിഞ്ഞപ്പോൾ യൗമിദ്ദീൻ യൗമി അദ്ദീൻ എന്ന് പറയില്ല, യൗമി അൽ ദീൻ എന്ന് പറയില്ല. അപ്പം എങ്ങനെ തന്നെ പറയണം, യൗമിദ്ദീൻ ഒന്ന് ഉദ്യോഗം യൗമിദ്ദീൻ. അലാമ ശംസിയാണ് ഉണ്ടോ, അശംസ്. അപ്പോൾ അവിടെ അലാമിനെ ഉച്ചരിക്കൂല. മാലിക് യൗമിദ്ദീൻ യാ കണ്ടില്ലേ, മലിക്ക് മാലിക് യൗമിദ്ദീൻ മലിക്ക് എന്നൊക്കെ പല ഖിറാഅത്തുണ്ട്. അതൊന്നും ഇപ്പം നമ്മൾ നോക്കണ്ട. സാധാരണക്കാരായ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ഇതൊക്കെ പറയുന്നത് കേട്ടോ. മാലിക് മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നേരത്തെ പറഞ്ഞതിന് വിപരീതമായി കൊണ്ട് ഹംസ കിട്ട് വ്യക്തമാകും. ആദ്യത്തിൽ വന്നാലും മധ്യത്തിൽ വന്നാലും എപ്പോൾ വന്നാലും കണ്ടോ. അതാണ് ഖത്ഈൻ്റെ ഹംസ പറയാനുള്ള കാരണം. ഇയ്യാക അവിടെ നിന്ന് നമ്മൾ മുറിച്ച് ഓതാൻ പാടില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ തെറ്റാണ്. അങ്ങനെ ഓതാൻ പാടില്ല. ഞാൻ പോരാ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നമ്മൾ പതുക്കെ ഓതുമ്പോൾ വളരെ അങ്ങേറ്റം ശ്രദ്ധിക്കേണ്ടതാണ്. ഇയ്യാക നഅ്ബുദു അവിടെയൊക്കെ അക്ഷരങ്ങൾ വിട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പറയുന്നത്. ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ. ചില ആൾക്കാരൊക്കെ ഓതുന്നതൊക്കെ വളരെ അങ്ങേറ്റം. അപ്പം നമ്മൾ നോക്കാം. ഇയ്യാക അവിടെ അത് തബഈയായ മദ്ദാണ്. അപ്പം അതിനനുസരിച്ച് നീട്ട് നമ്മൾ പറഞ്ഞതുപോലെ നഅ്ബുദു വ ഇയ്യാക അവിടെ തബഈയായ മദ്ദാണ്. കൂടുതൽ നീട്ടൂല. 2 ഹറക്കത്ത് അതിൻ്റെ കഥ കണ്ട് നീട്ടുള്ളൂ. നസ്തഈൻ അവിടെ
കുറച്ചും കിട്ടണം. 6 അറക്കത്തിന്റെ അത് കണ്ട് നീട്ടാവുന്നതാണ്. മദ് ആയതാണ് നസ്തഈൻ. അപ്പൊ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ ആ ഒരു പൊരുള് നമ്മളല്ലോ ഖസംതു സ്വലാത്ത ബൈനി വ ബൈന അബ്ദി നിസ്വൈൻ. എന്റെയും എന്റെ അടിമയുടെയും ഇടയിൽ നിസ്കാരം ഈ സ്വലാത്തിനെ ഭാഗിച്ചു എന്ന് പറഞ്ഞത് ഇപ്പൊ അള്ളാഹ്ക്കുള്ളതായി, അള്ളാഹിന്റെ മുമ്പിൽ സമർപ്പിക്കേണ്ടത് ആയി. നമ്മൾ നല്ല ചിന്തിച്ചിട്ട് വേണം. അല്ലാതെ ഇത് കുറുക്കനാമ കിട്ടിയതുപോലെ ഇതങ്ങനെ ഓതിപ്പോകുന്നു, അതങ്ങനെ കേൾക്കുന്നു, അതുകൊണ്ട് കാര്യമില്ല. ഉണ്ടോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സകല സ്തുതിയും. ഇതൊക്കെ ഞാൻ വിശദീകരിച്ചതാണ്. എന്റെ അടക്കും അനക്കും എന്നതൊക്കെ സഹായിച്ചു തന്ന, എന്നെ എല്ലാത്തിനും എനിക്ക് നൽകിയ കഴിവ് തന്ന അള്ളാഹുവിന്റെ സകല സ്തുതിയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആലമീൻ അർ-റഹ്മാനിർ റഹീം. നീ റഹ്മാനാണ്, റഹീമാണ്. ഈ ലോകത്ത് നിന്ന് അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്ക്, നിന്നെ ധിക്കരിക്കുന്നവർക്ക് അഹങ്കരിക്കുന്നവർക്ക് യുക്തിവാദികൾക്ക് ഭക്തിവാദികൾക്ക് ആർക്കാണ് ചെയ്യും, നിരീശ്വരവാദികൾക്ക് എല്ലാവർക്കും ദുനിയാവ് നീ ഗുണം ചെയ്യും. അതെനിക്കറിയാം റബ്ബേ. അർ റഹ്മാൻ അർ റഹീം. പക്ഷേ ഈ നീ റഹ്മാനാണ് എന്ന ദൃഢനിശ്ചയത്തോടുകൂടെ നിന്നെ ആരാധിക്കുകയും നിനക്ക് വഴിപ്പെടുകയും ചെയ്തുകൊണ്ട് മരിച്ചിട്ട് നാളെ പുനർജന്മം നൽകുമ്പോൾ അർ റഹീം, അവിടെ നീ ഗുണം ചെയ്യും, അത് എനിക്ക് കിട്ടും എന്നുള്ള ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാനത് സമ്മതിക്കുന്നു. അതാണ് അർ റഹ്മാനുർ റഹീം. അർ റഹ്മാനുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർ റഹ്മാനുർ റഹീം. മാലിക് യൗമിദ്ദീൻ. അന്ത്യദിനത്തിന്റെ ഉടമസ്ഥനായ. അന്ത്യദിനത്തിന്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ എന്നും അതൊക്കെ സംവിധാനിച്ചവൻ എന്ന് മനസ്സിലാക്കുക. അല്ലാതെ അന്ത്യദിനത്തിന്റെ ഉടമസ്ഥനാകുകയും ഇപ്പോഴൊക്കെ വേറുള്ള ആളുകളും അങ്ങനെയല്ല. ഇതെല്ലാം സംവിധാനിച്ച മാലിക്കുൽ മുലൂക്കായ റബ്ബ്. അപ്പൊ മാലിക് യൗമിദ്ദീൻ, അന്ത്യദിനത്തിന്റെ ഉടമസ്ഥൻ, അതെല്ലാം സംവിധാനിച്ച റബ്ബ് മാലിക് യൗമിദ്ദീൻ. എന്താ? അർ-റഹ്മാനുർ റഹീം. മാലിക് യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നിനക്ക് നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക നസ്തഈൻ നിന്നോട് ഞങ്ങൾ കാവലിനെ ചോദിക്കുകയും ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. അപ്പോ ആരോട് ചോദിച്ചാലും ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ സർവീയായ കാര്യകാരണങ്ങളെ കൊണ്ട് ലഭ്യമാകുന്ന കാര്യങ്ങൾ ചോദിച്ചാൽ അതിനും റബ്ബിന്റെ തൗഫീഖ് വേണം. അപ്പോൾ നിനക്ക് ഞങ്ങൾ ആരാധിക്കുന്നു, വഇയ്യാക നസ്തഈൻ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു. അപ്പൊ അതിപ്പോ ഇത്ര പറയുന്ന വേണ്ട. അവിടെ കണ്ട് കൂടിയിട്ട് കണ്ട് നസ്തഈൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാത്രമാണോ അവിടെയാണോ ഇവിടെയാണോ ഒന്നും വേണ്ട. അള്ളാഹിനോട് ചോദിക്കേണ്ടതും അള്ളാഹിനോട് എപ്പോഴാണ് എങ്ങനെയാണ് ചെറിയ പച്ച പകല് പോലെ എല്ലാവർക്കും അറിയും എന്തൊക്കെയാണ് അള്ളാഹിനോട് ചോദിക്കേണ്ടത്, സൃഷ്ടികളോട് ചോദിക്കേണ്ടത് എന്തൊക്കെയാണ് എല്ലാ മനുഷ്യർക്കും അറിയും, ചെറിയ കുട്ടികൾക്ക് വരെയാണ്. മനസ്സിലായില്ലേ? അപ്പോ ചില അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പക്ഷെ എല്ലാത്തിന്റെയും അടിസ്ഥാനം അള്ളാഹുവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയാൽ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഇതൊക്കെ പടച്ചോനെ എന്നൊക്കെ അള്ളാഹിന്റെ മുമ്പിൽ വെച്ചിട്ട് പറയാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹ് നിനക്ക് ഞങ്ങൾ ആരാധിക്കുന്നു. ആദ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ലോകാവസാനം വരെ വന്ന സകലത്ര മോമിനാത്തുകളെ മുഴുവനും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പറയാണ് നിന്നെ ഞങ്ങൾ വിശ്വസിച്ചു, നിന്നിൽ ഞങ്ങൾ സമർപ്പിച്ചു, എന്നിട്ട് ഇയ്യാക നഅ്ബുദു നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, വഇയ്യാക നസ്തഈൻ നിന്നോട് മാത്രം ഞങ്ങൾ സഹായാഭ്യർത്ഥന നടത്തുന്നു. ഞങ്ങൾ നിന്നോട് മാത്രമാണ് സഹായിക്കുന്നത്. എല്ലാത്തിൻ്റെയും അനന്തരഫലം അവസാനം ചെന്നിട്ട് അള്ളയിലേക്കാണ്. ഇത് നമ്മൾ റബ്ബിന്റെ മുമ്പിൽ വെച്ചിട്ട് പറയാനുള്ളത് ഇനി ഞമ്മക്കുള്ളതാണ്. അത് ഇൻഷാ അല്ലാഹ് നാളെയാണ്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ പെടുക്കണേ. അതാണ് ഈ കാര്യങ്ങളൊക്കെ പറയും. ഇതുവരെ നമ്മൾ അള്ളാഹിന്റെ മുമ്പിൽ വെക്കേണ്ടതാണ്. അത് വെച്ചെങ്കിൽ അള്ളാഹ് നമ്മൾ സ്വീകരിക്കുകയുള്ളൂ. എന്നിട്ട് നമ്മൾ പറയുന്നതിന്റെ സിറാത്തുൽ മുസ്തഖീം വിളിച്ചത് ഇൻഷാ അല്ലാഹ്. അതിന്റെ കാര്യങ്ങൾ ബാക്കി നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നീ വിട്ടുകൊടുത്ത് മാഫാക്കി തരണേ റഹ്മാനെ.
അള്ളാഹുവേ ഞങ്ങളുടെ അകലും മാലും നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ ബിസിനസ്സിൽ ഞങ്ങളുടെ മറ്റ് മുആമലാത്തുകളിലൊക്കെ നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ സന്താനങ്ങളെ നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ നിരവധി ദോഷങ്ങളുണ്ട്, അതൊക്കെ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തന്നെ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത നിരവധി രോഗികളും രോഗിണികളും ഒക്കെ ഉണ്ട്. അവരുടെയും ഞങ്ങളുടെയൊക്കെ രോഗത്തിന് പൂർണ്ണമായി സുഖം നൽകണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ അനവധി ആളുകളുണ്ട് റബ്ബേ. അവർക്കെല്ലാവരെയും അവരുടെ ബർസഖിയായ ജീവിതം റാഹത്തിനും സന്തോഷകരമായി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അവരെയും ഞങ്ങളിൽ നിന്ന് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.